Hello guys. ഇവള് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ എന്റെ നെഞ്ചൂടെ ഇടിച്ചു ഗൈസ് ഞാൻ പറയാം ഇവക്ക് ആൻസർ അറിഞ്ഞൂടാ ഇല്ലാതെ വേറെ ടൈപ്പ് ഇല്ലടി പറ എന്തായാലും തെറ്റും 5-5 ആണ്. ഞാൻ ഇന്ന് ഹൂ നോസ് മീ ബെറ്റർ ആണ് എടുക്കാൻ പോകുന്നത്. ഞാൻ 10 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്, എന്റെ ഷൂ സൈസ് എത്രയാണ്? ഞാൻ പറയാം 6. അറിയായിരുന്നു. അവൾ ആദ്യമേ ഞാൻ പറയാന്ന് പറഞ്ഞു. മറ്റേ ഇത് ചെരുപ്പ് മാറ്റിയിട്ട് പിന്നെ എന്റെതല്ലേ തന്നെ ചാടിക്കേറി പറയണേ, ഞാൻ എല്ലാം ഞാൻ പറയാന്ന് പറയല്ലേ. ഞാൻ നോക്കിയപ്പോ ഇവള് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ എന്റെ നെഞ്ചൂടെ ഇടിച്ചു കൊടുക്കും. ടെൻഷൻ ആയിപ്പോ എന്റെ കൈതാ വേർക്കുന്നു. കൈ എന്റെ ഫേവറേറ്റ് കൈൻഡ് ഓഫ് വെതർ, എനിക്ക് ഏത് വെതർ ആണ് ഏറ്റവും ഇഷ്ടം? മഴയില്ലാത്തൊരു ഇടത്തരം വെതർ. ഇല്ല ഞാൻ അത് ഓക്കെ, പക്ഷെ ഒരു വെതർ സെലക്ട് ചെയ്യാൻ പറഞ്ഞ ഏത്? ഞാൻ പറയാന്ന്. ആ ചേട്ടൻ ഒരു ആൻസർ ഉള്ളല്ലോ, അതല്ലേ ഉള്ളൂ. ഞാൻ പറയാം സണ്ണി ഡേയ്സ്. നോ, മുമ്പ് അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമുക്ക് രണ്ടുപേർക്കും പോയിട്ടില്ല. മുമ്പ് എനിക്ക് സണ്ണി ഡേയ്സ് ആയിരുന്നു ഇഷ്ടം. ഞാൻ എപ്പോഴും പറയാം എനിക്ക് മഴയെക്കാട്ടിൽ വെയിലാണ്, പക്ഷെ ഇപ്പൊ എനിക്ക് മഴയാണ് ഇഷ്ടം. വെയിലടിച്ചാൽ ടാൻ അടിച്ചിട്ട് കോളേജിൽ പോകുന്നത് എനിക്ക് മഴയാണ് ഇഷ്ടം. പ്രളയത്തിൽ കൊണ്ടിടണം. എന്തിലും യാത്ര ചെയ്യാനാണ് ഇഷ്ടം? കാറിൽ. പൊട്ടത്തിട്ട് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പറയാം 2 വീലർ. 2 വീലർ കറക്റ്റ് ആണ്, പക്ഷെ ഞാൻ മനസ്സിൽ ഓട്ടോ ആണ് വിചാരിച്ചത്. അയ്യോ, ഞാൻ ഓട്ടോ എന്ന് പറയണത്. ഓട്ടോ എങ്ങനെയാണ്? 3 വീലർ അല്ലേ? 2 വീലർ ഓക്കെ, 2 വീലർ ഓക്കെ. അതെങ്ങനെ ഓട്ടോ? ഗൈസ് ഞാൻ പറയാം ഇവക്ക് അറിഞ്ഞൂടാ, ഇവക്ക് അറിഞ്ഞൂടാ. ഇവള് പിന്നെ അവളോട് ചോദിച്ചു നിനക്ക് എന്തിനാണ് ഇഷ്ടമാണ്, അപ്പൊ അവള് പറഞ്ഞു തരും. പക്ഷെ എനിക്ക് ഓട്ടോയും ഇഷ്ടമാണ്. ഓട്ടോ ഇഷ്ടമാണ്. ഇപ്പൊ ഓട്ടോയിൽ പോവാറില്ല. അവിടെയും പോയി, അതും പോയി. കിട്ടി അതെങ്ങനെ കിട്ടും? ഇവിടെ 2 വീലർ വേറെ, 3 വീലർ വേറെ. ഇപ്പൊ എന്റെ ഇഷ്ടങ്ങൾ അറിയാവുന്ന 2 മക്കളിൽ ആരാണെന്നോ തന്നെ എടുക്കണം. അടുത്തത്, ഞാൻ കൂടുതലായിട്ട് സ്വീറ്റ് ആണോ സാൾട്ട് സ്നാക്സ്? ഞാൻ പറയാം സ്വീറ്റ് സ്നാക്സ് ആണോ സാൾട്ട് സ്നാക്സ്? ഞാൻ പറയാം സോൾട്ട് സ്നാക്സ്. കറക്റ്റ്. ഒരെണ്ണം കിട്ടി, അടിച്ചു മോനെ. ഒന്ന് ക്വസ്റ്റ്യൻ തീരുന്നതിന് മുമ്പേ ഞാൻ പറയുന്നു ഇപ്പൊ. ഇനി അടുത്തത്, അല്ലെങ്കിൽ അവള് കൊണ്ടുപോകും. ഏത് ടൈപ്പ് മൂവിയാണ് എനിക്ക് ഇഷ്ടം? കോമഡി, ചിരിക്കാനുള്ള മലയാളം മൂവീസ്. അതാണ്, പക്ഷെ അതിനെക്കാട്ടിൽ ഫേവറേറ്റ് ഞാൻ പറയാം റൊമാന്റിക് ആയിരിക്കും. മാസ് ഡപ്പാങ്കുത്ത്. മാസ് അല്ല, അതുമല്ല. മൂവീസ് ആണ് ചോദിച്ചത്. അതല്ലേ ഞാൻ പറഞ്ഞ ഫീൽ ഗുഡ് മൂവീസ്. ഫീൽ ഗുഡ് മൂവീസ് അതേത് മൂവി? അല്ല, റൊമാന്റിക് കോമഡി. അതല്ലേ ഞാൻ പറഞ്ഞു. പിന്നെ ഏത് ഇഷ്ടം? ഡ്രാമയാ? അല്ല, ഞാൻ പറഞ്ഞെ കോളേജ് ടൈപ്പ് മൂവീസ്, അങ്ങനത്തെ മൂവീസ്. ഈ അങ്ങനെ ഒരു ടൈപ്പ് ഇല്ലടി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഇതെന്ന് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറെ കാറ്റഗറിയിൽ സിനിമേനെ വേർതിരിച്ച് കാണുന്ന പലരും ഈ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. ചിരിച്ചതാണ്. എന്റെ കയ്യിൽ എന്തോ കടിച്ച്. അതിന്റെ ഇടയിൽ പേൻ എടുക്കുന്നവള് എന്റെ കയ്യിൽ എന്തോ കടിച്ചെടിതോണ്ട് മറ്റേ സാധനം ചെള്ള്. നമ്മളെ ചെള്ളൊന്നുമില്ല, പോടി. മുട്ടയിരിക്കും മുട്ട. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് ഏതാണ്? ഞാൻ പറയാം ട്രഡീഷണൽ. അങ്ങനെയല്ല, ഔട്ട്ഫിറ്റ് എന്താണ്? ഏത് ടൈപ്പ് ഡ്രസ്? പട്ടുപാവാട ബ്ലൗസ്. രണ്ട് എല്ലാം ഞാൻ ചാടി വീഴും. എന്റെ ഫേവറേറ്റ് ഡേ ഓഫ് വീക്ക്, ഒരാഴ്ചയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട. ഞാൻ പറയാം ശനിയാഴ്ച. കറക്റ്റ് ആൻസർ, ശനിയാഴ്ച വൈകുന്നേരം. കാരണം ഒരു വീക്കില് ഫേവറേറ്റ് ഇഷ്ടമുള്ള ഡേ ആണ് ശനിയാഴ്ച. ശനിയാഴ്ച വൈകുന്നേരം.
ആകെ 7 ദിവസമേ ഉള്ളൂ. അതില് ശനിയാഴ്ച ആശിച്ചേട്ടൻ അപ്പൊ പറഞ്ഞു ശനിയാഴ്ച വൈകുന്നേരം ഒരു ഡേ ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന കാര്യം ഒട്ടും കൺട്രോൾ ഞാൻ പറയാം ഞാനാണ് ആദ്യം എന്താ പറ വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ല അതിനെക്കാട്ടിലും ദേഷ്യം അപ്പൊ ഞാൻ പറയാം ഫുഡ് കിട്ടാത്തപ്പോ ഞാൻ 3 ആയി. ഇല്ല. ഞാൻ 3. ഇനി എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഞാൻ ഏതായിരുന്നു പറയാം. സ്കൂളിൽ പഠിക്കുമ്പോ? അയ്യോ തെറ്റണേ ഞാൻ പറയാം അമ്മ പറയില്ല. ഇല്ല അമ്മ പറ്റത്തില്ല. ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടാകും പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇഷ്ടമുള്ളവരാണെങ്കിൽ വേഗം പറ, എന്തായാലും തെറ്റും. ബയോളജി. കഷ്ടായിപ്പോയി, ഞാൻ പറയാൻ കണ്ടിട്ടല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മേക്കപ്പ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ഇത് എനിക്ക് ഇപ്പൊ മസ്റ്റാണ്. ലിപ്സ്റ്റിക്. പറഞ്ഞു ഞാൻ എന്ത് ടൈപ്പ് മ്യൂസിക് കേൾക്കാനാണ് എനിക്ക് ഞാൻ പറയും ഭയങ്കര ഡെപ്പാങ്കുത്ത്. കറക്റ്റ്. എന്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറയാം പറ. തെറ്റിയിട്ട് എനിക്ക് പറയാൻ പഴിഞ്ഞി. നീ എപ്പോഴും ചോദിക്കണേ. അപ്പൊ എനിക്ക് 4-5. ഞാനത് തന്നെ വിചാരിച്ചാൽ ഇഡലി സാമ്പാർ കഴിക്കും. എനിക്കറിയാം പക്ഷെ പഴങ്കഞ്ഞി എപ്പോഴും എന്റെ അടുത്ത് ചോദിക്കായിരുന്നു, എനിക്കറിയാം. ഇനി 3 ക്വസ്റ്റ്യനും കൂടെ ചോദിക്കും, ആരാണ് ജയിക്കുന്നത്? 4-5 അല്ലേ? എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും എടുത്ത തെറ്റായ ഞാൻ പറയാം, റിപ്പീറ്റിന് പോയത്. കറക്റ്റ്. 5-5 ആണ്. ടൈ ആയിരിക്കാണ് ഗൈസ്. അയ്യോ ഞാൻ ഇവിടെ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ ഇനി 2 ക്വസ്റ്റ്യനും കൂടെ ചോദിക്കും, ഇതിൽ ആരാണ് ശരിയാക്കുന്നത് നോക്കാം. ഞാൻ തന്നെ കൊണ്ടുപോകും. സത്യം പറഞ്ഞാൽ ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. എന്റെ ജീൻ സൈസ് എത്രയാണ്? ഞാൻ പറയാം 32. പൊട്ട തെറ്റ്. ഞാൻ പറയാം 30. കറക്റ്റ് ആൻസർ. യെസ്. നീ ഇപ്പൊ 32 എനിക്ക് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ 6-5. നേരത്തെ കാര്യം പറഞ്ഞപ്പോഴേ ആലോചിക്കണം. 28 ഇനി ഒരു question ഇവക്കിപ്പോ പക്ഷെ സൈസ് എവള് തന്നെ പറയും നേരത്തെ 30 ഒന്നും ഇപ്പൊ പറ്റൂല എന്നൊക്കെ പറയും. നീയല്ലേ മറ്റേ പാന്റൊക്കെ വലിച്ചു എന്റെ ആഗ്രഹങ്ങൾ കള്ളിയാണ് എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ട്. ഇങ്ങനെയൊന്നും ആരോടും പറയില്ലെന്ന് പറഞ്ഞ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുന്നതിലാണ് വിജയെ തിരഞ്ഞെടുക്കുന്നത്. അതെങ്ങനെയാ? ഞാൻ പറഞ്ഞില്ലെങ്കിൽ നീ ജയിക്കും, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ടൈ ആവുമല്ലേ? വീണ്ടും ടൈ ആവും. പക്ഷെ അല്ലാതെ നീ തന്നെ പറയണെങ്കിൽ ജയിച്ചു. ഞാൻ തന്നെ ജയിച്ചു. എന്റെ ഫേവറേറ്റ് ജങ്ക് ഫുഡില് എന്റെ ഫേവറേറ്റ് ഞാൻ പറയാം. ജങ്ക് ഫുഡില് ഫേവറേറ്റ് ഞാൻ പറയട്ടെ, പാനിപ്പൂരി. തെറ്റി. ഞാൻ പറയാം KFC. അല്ല, ഞാൻ പറയാം ഷവർമ. എല്ലാരും അല്ല, ഞാൻ പറയാം അവിടുത്തെ ബിരിയാണി. അല്ല, ഞാൻ പിസയെന്ന് ഉദ്ദേശിച്ചു, പക്ഷെ KFC പിസ അല്ല. നീയേ എന്റെ തലഭ്രാന്ത് ലഭിച്ച് പോയി തിന്നുന്നത് പാനിപൂരിയാണ്. ജങ്ക് ഫുഡ് എങ്ങനെയാവും? പിന്നെ അത് ഞാൻ ചോദിക്കട്ടെ, വിഷ്ണു പാനിപൂരി ജങ്ക് ഫുഡാണോ? വിദ്യാഭ്യാസമില്ല. ചക്കര ഊനസ്ബി ബെറ്റർ എടുക്കാണ്. പക്ഷെ ഇവളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവർക്ക് അറിഞ്ഞൂടാ, അവൾക്ക് അറിഞ്ഞൂടാ. കറക്റ്റ്. ചക്കരയുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് പാനിപൂരിയാണ്. പക്ഷെ പാനിപൂരി തെറ്റെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ KFC പറഞ്ഞത്. ഇവക്ക് പിസ്സ അത്രയ്ക്ക് ഇഷ്ടമുള്ളതല്ല, KFC ആണ്. എപ്പോഴും KFC നമ്മളെ വടിയാക്കല് ഇവിടെ ഇരുത്തി. അവക്കേ അറിഞ്ഞൂടാ അവൾ എന്തോന്നാണ് തിന്നുന്നതെന്ന്. എന്നാ ഇതൊന്നും അല്ല, ഇടയ്ക്ക് വെച്ച് മറ്റേ ഒരു മെസ്സ് ബിരിയാണി ഒക്കെ ആയിരുന്നു അവളുണ്ട്. ബിരിയാണി ആയിരുന്നു. അവള് പോയി ഇപ്പൊ അത് അടച്ചു പൂട്ടും. എന്റെ പഠന ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു
ക്ലാസ്സോ വർഷമോ ഏത് ഇയർ ആണോ അങ്ങനെ. ഞാൻ പറയാം ശാരദവിലാസത്തിൽ പഠിച്ചത്. ആകെ അത് മാത്രമേ പറഞ്ഞോണ്ടിരിക്കുള്ളൂ. അപ്പൊ അതായിരിക്കും അപ്പൊ ആശേട്ടൻ ജയിച്ചു. നാരിലെ വ്യത്യാസത്തില് എന്തരില്ല കുഞ്ഞു വ്യത്യാസത്തിൽ ജയിച്ചിരിക്കുന്നു. പല നാരില്ലേ. അപ്പൊ ഗൈസ് ഫുൾ എന്റെ ഹൂനോസ്മി നല്ല അവിയൽ പരിവാണ്. ചിപ്പിയുടെ ഒരു ഹൂനോസ്മി ബെറ്റർ വരുന്നുണ്ട്. അതാ കുറച്ചും കൂടെ കൊള്ളാം.